രക്ഷാകര ജീവിതത്തിൻ്റെ മാർഗം. ഏക സത്യ ദൈവമായ യഹോവയിൽ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും സർവശക്തിയോടും വിശ്വസിക്കണമെന്ന് മോശ ഇസ്രായേൽ ജനത്തെ പഠിപ്പിച്ചു. ദൈവത്തിൻ്റെ കൽപ്പനയായി അവിടുത്തെ നാമം എന്നും സ്തുതിക്കപ്പെടണമെന്നും മഹത്വപ്പെടുത്തപ്പെടണമെന്നും മോശ ജനങ്ങളെ പഠിപ്പിച്ചിരുന്നു. മോശ പഠിപ്പിച്ച എല്ലാ സത്യങ്ങളും നിയമങ്ങളും തത്വങ്ങളും ഇസ്രായേൽ ജനത്തെ വീണ്ടും വീണ്ടും പഠിപ്പിക്കുവാൻ ദൈവം ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിലേക്ക് പ്രവാചകന്മാരെ അയച്ചുകൊണ്ടിരുന്നു. പ്രവാചകന്മാർ വളരെ കൃത്യമായ രീതിയിൽ ശക്തമായ ഭാഷയിൽ മോശ പഠിപ്പിച്ച നിയമങ്ങളും തത്വങ്ങളും ചട്ടങ്ങളും അനുസരിച്ച് ജീവിക്കണമെന്ന് പഠിപ്പിച്ചിരുന്നു. കഠിന ഹൃദയരായ ഇസ്രായേൽ മക്കൾ പ്രവാചകന്മാർ പറഞ്ഞതും പ്രസംഗിച്ചതും പഠിപ്പിച്ചതും ഗൗരവമായി പരിഗണിച്ചില്ല. അതനുസരിച്ച് തങ്ങളുടെ ജീവിത രീതികൾ പുനഃക്രമീകരിക്കുവാനും അവർ ആരും ആഗ്രഹിച്ചില്ല, പരിശ്രമിച്ചുമില്ല. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്നത്തെ സുവിശേഷം യേശു നമ്മോട് അറിയിക്കുന്നത്. ഒരിക്കൽ ഒരിടത്ത് വളരെ ധനികനായ ഒരാൾ ഉണ്ടായിരുന്നു. അദ്ദേഹം ഏറ്റവും ആഡംബരപൂർണമായ ജീവിതം നയിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ സമ്പത്ത് അദ്ദേഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയും സുരക്ഷയ്ക്ക് വേണ്ടി മാത്രം ഉപയോഗിച്ചിരുന്നു. തൻ്റെ കൊട്ടാരതുല്യമായ വീടിനടുത്ത് ഏറ്റവും ദരിദ്രനായ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു. അവന് ഭക്ഷണമില്ലായിരുന്നു, ഭക്ഷണം കൊടുക്കാൻ ആരുമില്ലായിരുന്നു. ഈ ധനികനും ഭാര്യയ്ക്കും മക്കൾക്കും ഇത് കൃത്യമായി അറിയാമായിരുന്നു. അവർ ആ ദരിദ്രനെ നേരിട്ട് എല്ലാ ദിവസവും കാണുന്നുണ്ടായിരുന്നു. അവൻ്റെ ശരീരം മുഴുവൻ വ്രണമായിരുന്നു. അതിൻ്റെ വേദന വളരെ വലുതായിരുന്നുവെന്നും യേശു പറയുന്നു. ആ വേദന അകറ്റാൻ, ആ മനുഷ്യൻ്റെ ദുഃഖം അകറ്റാൻ ഈ ധനികനോ ഭാര്യയോ മക്കളോ ആരും മനസ്സ് കാണിച്ചില്ല. അവനങ്ങനെ വിശക്കുന്നവനായി, ദാഹിക്കുന്നവനായി, രോഗിയായി തീരുകയും അവസാനം മരിക്കുകയും ചെയ്തു. സുവിശേഷത്തിൽ യേശു പറഞ്ഞിരിക്കുന്നത്, മാലാഖമാർ വന്ന് അവനെ അബ്രഹാത്തിൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോയി അബ്രഹാത്തിൻ്റെ മടിയിൽ ഇരുത്തി എന്ന്. അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിന് പൂർണ്ണ സൗഭാഗ്യം ലഭിച്ചു മരണശേഷം എന്ന്. അപ്പോൾ യേശു ഉദ്ദേശിച്ചത് നമ്മൾ നമുക്ക് വേണ്ടി മാത്രമായി ജീവിച്ചാൽ പോരാ. കുടുംബനാഥന്മാരും കുടുംബനാഥമാരും തങ്ങൾക്ക് വേണ്ടിയും തങ്ങളുടെ മക്കൾക്ക് വേണ്ടിയും മാത്രം ജീവിച്ചാൽ പോരാ. നമ്മുടെ സാഹചര്യത്തിൽ നമ്മളൊക്കെ സാധാരണക്കാരും പാവപ്പെട്ടവരും തന്നെ. എങ്കിലും ആവശ്യത്തിന് ഭക്ഷണം കഴിക്കുവാൻ നമുക്ക് വകയുണ്ട്. ആവശ്യത്തിന് വസ്ത്രം ധരിക്കുവാൻ നമുക്ക് വകയുണ്ട്. സമൂഹത്തിൽ
സമൂഹത്തിൽ മാന്യമായ രീതിയിൽ നടക്കുവാൻ ജീവിക്കുവാൻ നമുക്ക് സാഹചര്യമുണ്ട്. ഇതൊക്കെ ഉള്ളവരാണ് നമ്മളെല്ലാവരും. ആരെങ്കിലുമൊക്കെ ഇത്രയൊക്കെ ഇല്ലാത്തവർ ഉണ്ടെങ്കിൽ അവരെ കൃത്യമായി സഹായിക്കുവാനും സംരക്ഷിക്കുവാനും ഈ ദേവാലയത്തിലിരിക്കുന്ന നിങ്ങൾക്ക് കടമയുണ്ട്. അത് ദൈവസന്നിധിയെ കൃത്യമായി പരിഗണിക്കുന്നതുമാണ്. അവസാനം ഈ ധനികൻ മരിച്ച് അവൻ നരകത്തിൽ തള്ളപ്പെട്ടു എന്നാണ് പരമ്പരാഗതമായി വിശദീകരിക്കപ്പെടുന്നത്. നരകത്തിലെ യാതനകളിൽ സഹനങ്ങളിൽ അവൻ ഏറെ നിരാശനായി. അപ്പോഴാണ് അവൻ മുകളിലേക്ക് നോക്കിയതും അബ്രഹാമിനെയും അദ്ദേഹത്തിൻ്റെ വഴിയിൽ ലാസറിനെയും കണ്ടത്. അദ്ദേഹം അബ്രഹാമിനോട് പറഞ്ഞതും സംസാരിച്ചതും നമ്മൾ കേട്ടതാണ്. ഞാനിവിടെ പീഡനങ്ങളിൽ സഹിക്കുന്നു, വെറുതെ വെള്ളം തരുവാൻ ലാസറിനെ എൻ്റെ അടുക്കലേക്ക് നയിക്കണമേ എന്ന് അദ്ദേഹം അബ്രഹാമിനോട് അപേക്ഷിക്കുന്നു. അബ്രഹാം പറഞ്ഞു, നിങ്ങൾക്കും ഇടയിൽ വലിയൊരു ഗർത്തമുണ്ട്, വലിയൊരു മതിൽ ഉണ്ട്. ഇവിടെ നിന്ന് ആർക്കും അങ്ങോട്ട് വരാൻ സാധ്യമല്ല, അവിടെ നിന്ന് ആർക്കും ഇങ്ങോട്ട് വരാനും സാധ്യമല്ല. അത് ആ ധനികന് മനസ്സിലായി. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഭവനത്തിൽ ഇനിയും 5 സഹോദരന്മാർ എനിക്കുണ്ട്. അവരോട് ഈ കാര്യങ്ങൾ, ഇവിടെ ഞാൻ കണ്ടതും കേട്ടതും അനുഭവിക്കുന്നതുമായ കാര്യങ്ങൾ അവരോട് പറയുവാൻ ലാസറിനെ നയിക്കണമേ എന്ന് അബ്രഹാം പറഞ്ഞു. അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ട്, അവരെ അവർ കേൾക്കട്ടെ, അവർ പഠിപ്പിക്കുന്നതനുസരിച്ച് അവർ ജീവിക്കട്ടെ. എങ്കിൽ അവർക്ക് ഈ സഹന കഷ്ടപ്പാട് നിറഞ്ഞ സ്ഥലത്ത് വരാതെ രക്ഷപ്പെടാം എന്ന് ധനികൻ പറഞ്ഞു. അവരുടെ പഠനങ്ങളും പ്രവാചകന്മാരുടെ പഠനങ്ങളും വചനങ്ങളും അവർക്ക് സ്വീകാര്യമല്ല. അതുകൊണ്ട് മരിച്ചവരിൽ നിന്ന് ഒരാൾ ലാസർ തന്നെ അവിടെ പോയി സാക്ഷ്യം നൽകിയാൽ അവർ മാനസാന്തരപ്പെടും എന്ന് അബ്രഹാം പറഞ്ഞു. മോശയെയും പ്രവാചകന്മാരെയും വിശ്വസിക്കാത്ത, അംഗീകരിക്കാത്ത ആ മനുഷ്യർക്ക് മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഒരാൾ അവിടെ പോയാലും അവർ മാനസാന്തരപ്പെടുകയില്ല. അബ്രഹാം പറഞ്ഞതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കണമെന്ന്, അതിലൂടെ രക്ഷ പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെല്ലാം ദൈവത്തിൻ്റെ പ്രവാചകന്മാരുടെ വചനങ്ങളും ഉപദേശങ്ങളും കേൾക്കണം, അവയനുസരിച്ച് അവർ തങ്ങളുടെ ജീവിതം എന്നും ക്രമീകരിക്കുകയും ചെയ്യണം എന്നതാണ്. നമുക്ക് യേശു പഠിപ്പിച്ച സുവിശേഷമുണ്ട്, അപ്പോസ്തലന്മാർ എഴുതിയ ലേഖനങ്ങളുണ്ട്. ആ സുവിശേഷത്തിലും ആ ലേഖനങ്ങളിലും നാം എങ്ങനെ ദൈവത്തെ വിശ്വസിക്കണം, ദൈവത്തെ സ്നേഹിക്കണം, നാം എങ്ങനെ പരസ്പരം സ്നേഹിക്കണം, പരസ്പരം സഹായിക്കണം എന്നൊക്കെയുള്ള തത്വങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഓരോ ദിവസവും ഓരോ അധ്യായം സുവിശേഷം വായിക്കണം. സുവിശേഷത്തിലെ ഓരോ അധ്യായം ഓരോ ദിവസവും നമ്മൾ വായിക്കണം മിനിമം.
അതിലധികം വഹിക്കാൻ സാധിക്കുന്നവർ അത് ചെയ്യണം. അതിലധികം വഹിക്കാൻ നിങ്ങൾ ശ്രമിക്കുകയും ചെയ്യണം. സുവിശേഷത്തിൽ ആകെ 89 അധ്യായങ്ങളുണ്ട്. ഒരു ദിവസം ഒരു അധ്യായം വെച്ച് വായിക്കുമ്പോൾ 89 ദിവസങ്ങൾ പൂർത്തിയാകും. ഒരു റൗണ്ട് സുവിശേഷ വായന പൂർത്തിയാകും. 90-ാം ദിവസം വീണ്ടും സുവിശേഷത്തിലെ ആ ആദ്യ അധ്യായങ്ങളെ വായിച്ച് പഠിച്ച് ധ്യാനിച്ച് പ്രാർത്ഥിച്ച് നമ്മുടെ ജീവിതം ദൈവാനുഗ്രഹപൂർണ്ണമാക്കുവാൻ നമുക്ക് സാധിക്കണം. അത് നമ്മുടെ രക്ഷയെക്കുറിച്ച് ചിന്തിക്കുന്നവരും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ളവരും നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതും ആണ്. ഞായറാഴ്ചകളിൽ നിങ്ങൾ ഏകദേശം എല്ലാവരും ഈ ദേവാലയത്തിൽ വരുന്നവരാണ്. നിങ്ങളോട് ഇടവക വികാരി സുവിശേഷ വ്യാഖ്യാനം പ്രഘോഷിക്കും. സുവിശേഷം വായിച്ചിട്ട് അതിൻ്റെ വ്യാഖ്യാനം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും. അത് നിങ്ങൾ ശ്രദ്ധയോടെ കേട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കണം. മനസ്സിലാക്കിയാൽ പോരാ, അതിൽ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് നമ്മുടെ ജീവിതശൈലി ക്രമീകരിച്ചുകൊണ്ടിരിക്കണം ഓരോ ആഴ്ചയും. അപ്പോൾ നമ്മുടെ വിശ്വാസം ശക്തിപ്പെടും. നമുക്ക് പരസ്പരമുള്ള സ്നേഹം വലുതാകും. നമുക്ക് സ്നേഹത്തിലും കൂട്ടായ്മയിലും ജീവിക്കുവാൻ സാധിക്കും. അങ്ങനെ സ്നേഹത്തിലും കൂട്ടായ്മയിലും ജീവിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള പാവപ്പെട്ടവരോട് സ്നേഹവും അനുകമ്പയും കാണിക്കുവാൻ സാധിക്കും. നമ്മുടെ ചുറ്റുമുള്ള കത്തോലിക്കരല്ലാത്ത ക്രിസ്ത്യാനികളും ക്രിസ്ത്യാനികളല്ലാത്ത ഹിന്ദുക്കളും ഇസ്ലാം സഹോദരങ്ങളും ഒക്കെ ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവം തന്നെയാണ് അവരെ സൃഷ്ടിച്ചതും പരിപാലിക്കുന്നതും. അവർ ദൈവത്തെ ആരാധിക്കുന്നവരാണ് അവരുടേതായ രീതികളിൽ എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് ലഭിച്ച വെളിപാടുകൾ അനുസരിച്ച്, നമുക്ക് ലഭിച്ച സുവിശേഷം അനുസരിച്ച്, നമുക്ക് ലഭിച്ച പ്രവാചക പ്രഘോഷണങ്ങൾ അനുസരിച്ച് നമ്മുടെ ജീവിതം നമ്മൾ ക്രമീകരിച്ച് മുന്നോട്ട് പോകുന്നു. നമുക്ക് മുമ്പുണ്ടായിരുന്ന നമ്മുടെ അപ്പൂപ്പന്മാരും അമ്മമാരും അങ്ങനെ ജീവിച്ചവരാണ്. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ജീവിക്കുന്ന മുതിർന്നവരായ മാതാപിതാക്കൾ, അടുത്ത തലമുറ ഇപ്പോഴത്തെ മാതാപിതാക്കളുടെ മക്കളായ യുവാക്കളാണ്. യുവാക്കളായ നിങ്ങളും ഈ രീതിയിൽ മുന്നോട്ട് പോകണം. യുവാക്കളായ നിങ്ങളുടെ ഇളയ സഹോദരങ്ങളായ ഇവിടെ ഇരിക്കുന്ന കുട്ടികളെ, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ, സഹോദരങ്ങളെ നിങ്ങൾ ക്രിസ്തീയ വിശ്വാസം പഠിപ്പിക്കണം. മാതാപിതാക്കന്മാർ മക്കളെ ക്രിസ്തീയ വിശ്വാസം പഠിപ്പിച്ചു. ഈ മക്കൾ അടുത്ത തലമുറയിലെ കൊച്ചുമക്കളെ, കൊച്ചു സഹോദരങ്ങളെ ക്രിസ്തീയ വിശ്വാസം പഠിപ്പിക്കണം. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ക്രിസ്തീയ പാരമ്പര്യം ഉണ്ടാകും. 100 വർഷം എന്ന് പറയുന്നത് 3 തലമുറകൾ എന്നാണ് സാധാരണ കണക്ക്. ആദ്യത്തെ തലമുറ കടന്നുപോയി, രണ്ടാമത്തെ തലമുറ ഏകദേശം കടന്നു പോകാറായി, മൂന്നാമത്തെ തലമുറ ഇവിടെ ജീവിക്കുന്നു. അടുത്ത തലമുറയാണ് ഇവിടെ ഇരിക്കുന്ന കുട്ടികൾ. ഈ കുട്ടികൾ ക്രിസ്തീയ വിശ്വാസത്തിൽ നിലനിൽക്കുവാനും വളരുവാനും ക്രിസ്തീയ വിശ്വാസം അനുസരിച്ച് ജീവിക്കുവാനും ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കൾ കൃത്യമായി അവരെ സ്നേഹിക്കണം, പഠിപ്പിക്കണം. അതിനുള്ള
മാർഗനിർദ്ദേശങ്ങൾ നൽകണം. ഇന്നത്തെ സാഹചര്യങ്ങൾ നോക്കുമ്പോൾ മക്കളെ ശാസിക്കുവാൻ, മക്കൾക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുവാൻ മാതാപിതാക്കൾ കാര്യമായി ശ്രദ്ധിക്കുന്നില്ല. അവർ സ്കൂളിൽ പോകുമ്പോൾ അച്ചടക്കം പാലിക്കണം എന്ന് മാതാപിതാക്കൾ അവരെ പഠിപ്പിക്കുന്നില്ല എന്നതാണ് എനിക്കുള്ള അറിവ്. നിങ്ങൾ പഠിപ്പിക്കുന്നുവെങ്കിൽ ഓക്കെ, നല്ലത് തന്നെ. സ്കൂളിൽ പോയാലും അധ്യാപകർ കുട്ടികളുടെ, വിദ്യാർത്ഥികളുടെ ഗുരുക്കന്മാരാണ്. അവരെ അനുസരിക്കണമെന്നും ബഹുമാനിക്കണമെന്നും ശ്രദ്ധിക്കുകയുള്ളൂ. അവർ അധ്യാപകരെ അനുസരിക്കുകയുള്ളൂ. ഇന്നത്തെ ഗവൺമെൻറ് നിയമമനുസരിച്ച് കുട്ടികളെ ശാസിക്കുവാൻ അധ്യാപകർക്ക് അനുവാദമില്ല. അവരെ ഒന്ന് തുറച്ചു നോക്കാൻ പോലും അധ്യാപകർക്ക് അനുവാദമില്ല. അങ്ങനെ കുട്ടികളെ ഇഷ്ടമുള്ള രീതിയിൽ സംസാരിക്കാനും പ്രവർത്തിക്കാനും, ക്ലാസ്സിലിരുന്ന് ബഹളം വെച്ചാൽ അവരെ കൺട്രോൾ ചെയ്യാനും അനുവാദമില്ല എന്ന രീതിയിലാണ്. അതിന് കാരണം ഈ മക്കൾ എങ്ങനെയെങ്കിലും ജീവിച്ചാൽ മതി എന്ന ഗവൺമെൻറ്റിൻ്റെ നിലപാടാണ്. ഏത് ഗവൺമെൻറ്റായാലും അങ്ങനെയൊരു നിലപാടാണ് കുട്ടികളെ മുന്നോട്ട് നയിക്കുന്നത്. ഇവർ പരീക്ഷയ്ക്ക് പോകണം എന്ന നിയമമുണ്ട്. പരീക്ഷയ്ക്ക് പോയി ഉത്തരക്കടലാസിൽ പേരെഴുതി വെച്ചാൽ അവരെ പാസ്സാക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പോയാൽ നമ്മുടെ മക്കൾ എത്ര പേര് കൃത്യമായി പഠിക്കും? പഠിച്ചില്ലെങ്കിലും സ്കൂളിൽ പോയില്ലെങ്കിലും പരീക്ഷ എഴുതിയാൽ മതി, പേരെഴുതിയാൽ മതി, അവരെ കേൾപ്പിച്ച് വിടുന്നു. ഇതിനൊക്കെ മാറ്റം വരണ്ട, ഇങ്ങനെ തന്നെ പോകണം എന്നാണ് ഗവൺമെൻറ്റൊക്കെ വിചാരിക്കുന്നത്. നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയല്ല, നമ്മുടെ പുരോഗതിക്ക് വേണ്ടിയല്ല. ഇവരൊക്കെ ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ മതി എന്ന ഒരു തത്വത്തിലാണ്. നമ്മുടെ നാട്ടിൽ മദ്യത്തിൻ്റെ ഉപയോഗം കൂടിക്കൂടി വരുന്നു. അതോടൊപ്പം മയക്കുമരുന്നുകളുടെ ലഭ്യതയും കൂടിക്കൂടി വരുന്നു. 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും പഠിക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും പോലും മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നു എന്ന സത്യമുണ്ട്. നമ്മുടെ ഈ ഗ്രാമങ്ങളിൽ അത്രയൊന്നും ഇല്ലെങ്കിലും, ഗ്രാമങ്ങളിൽ വ്യത്യാസമുണ്ട് എങ്കിലും പൊതു രീതി അതാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ ഗ്രാമങ്ങൾ ഉണ്ട് എന്ന് പറയാൻ സാധ്യമല്ല. കാട്ടാക്കട ഒരു ചെറിയ ടൗൺ ആണ്. അതിൻ്റെ പ്രാന്തപ്രദേശങ്ങളാണ് നമ്മളൊക്കെ ഇവിടെ. അപ്പോൾ അവിടെ നടക്കുന്ന കാര്യങ്ങൾ ഇവിടുത്തെ മക്കൾ അറിയുന്നുണ്ട്, കൂട്ടുകാരുടെയും ബന്ധുക്കളിലൂടെയും. അവിടെ നടക്കുന്ന കാര്യങ്ങൾ ഇവരെയും അനുകരിക്കും. സാവധാനം അതാണ് അതിൻ്റെ പ്രോസസ്. അപ്പോൾ നമ്മുടെ മക്കളെ കൃത്യമായി പഠിപ്പിക്കുവാനും വിശ്വാസത്തിൽ നിലനിർത്തുവാനും വളർത്തുവാനും മാതാപിതാക്കൾ ശ്രദ്ധിക്കുകയും ചെയ്യണം. ദൈവം നമ്മെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു, പരിപാലിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹവും പരിപാലനയും കൊണ്ടാണ് നമുക്ക് കത്തോലിക്ക വിശ്വാസികളായി ജീവിക്കുവാൻ സാധിക്കുന്നത്. കത്തോലിക്ക സഭാസമൂഹങ്ങൾ ജീവിക്കുന്നതും പ്രവർത്തിക്കുന്നതും. ഇന്നത്തെ ഈ സാഹചര്യത്തിന് 5-6 വർഷങ്ങൾ കഴിയുമ്പോൾ തീർച്ചയായും മാറ്റം വരും. അപ്പോൾ നമ്മൾ ക്രിസ്ത്യാനികളായി ജീവിക്കുമോ, കത്തോലിക്കരായി ജീവിക്കുമോ, അതോ വിശ്വാസ ജീവിതം ഉപേക്ഷിച്ച് ദേവാലയത്തിൽ വരാത്തവരായി തീരുമോ എന്നൊക്കെ നമ്മൾ ഇപ്പോൾ തന്നെ ആലോചിക്കേണ്ടതാണ്. അത് നമ്മുടെ ഭാവി ജീവിതത്തിന്, ഭാവി വിശ്വാസ ജീവിതത്തിനും ഭാവി സാമൂഹ്യ ജീവിതത്തിനും നമുക്ക് ആവശ്യമുള്ളതാണ് ഈ വിലയിരുത്തൽ. നമുക്ക് ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാം.
മോശയും പ്രവാചകന്മാരും നമ്മെ പഠിപ്പിച്ച സത്യങ്ങൾ പഠിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. എല്ലാറ്റിനും ഉപരി യേശുക്രിസ്തു നമ്മെ പഠിപ്പിച്ച സുവിശേഷ സത്യങ്ങൾ നമ്മൾ ഇനിയും വളരെയധികം പഠിക്കേണ്ടിയിരിക്കുന്നു. അത് പഠിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും നമ്മൾ തീരുമാനിക്കണം, ശ്രമിക്കണം എന്ന കാര്യം നിങ്ങൾ തിരിച്ചറിയണം. നമുക്ക് ഇടവകയിൽ മതബോധന ക്ലാസ്സുകളുണ്ട്. കുറച്ച് കുട്ടികളുണ്ട്. അവരെ പഠിപ്പിക്കാൻ അത്യാവശ്യത്തിന് അധ്യാപകരുണ്ട്. അധ്യാപകർക്ക് അത്യാവശ്യം ട്രെയിനിങ്ങൊക്കെ കൊടുക്കുന്നുണ്ട്. ഇവിടുത്തെ അങ്ങനെ ഓരോ ഇടവകയെയും മതബോധന രീതി തുടരുന്നു. നമുക്ക് BCC യൂണിറ്റുകളുണ്ട്. BCC യൂണിറ്റുകളിൽ നമ്മൾ കൂടി വിശ്വാസം എന്തെന്ന് ചർച്ച ചെയ്യണം. വിശ്വാസം എങ്ങനെ ജീവിക്കണമെന്ന് ചർച്ച ചെയ്യണം. വിശ്വാസത്തിൻ്റെ ബാക്കിപത്രമാണ് പരസ്നേഹം. പരസ്നേഹം എന്താണെന്നും പരസ്നേഹം എങ്ങനെ പ്രാവർത്തികമാക്കണമെന്നും നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. പരസ്നേഹം എന്തെന്ന് നമ്മൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് പരസ്പര സ്നേഹത്തിൽ ജീവിക്കുവാൻ സാധിക്കൂ, പരസ്നേഹ പ്രവൃത്തികൾ ചെയ്യുവാൻ സാധിക്കൂ. അതാണ് ക്രിസ്തീയ ജീവിത ശൈലി. ക്രിസ്തീയ ജീവിത ശൈലിയിൽ നമ്മൾ മുന്നോട്ട് പോകണം. നമ്മുടെ രക്ഷയ്ക്ക് അത് അത്യാവശ്യമാണ്. നമ്മുടെ സാമൂഹ്യ സുരക്ഷ ജീവിതത്തിനും അത് അത്യാവശ്യമാണ്. നമ്മൾ ഓരോരോ കുടുംബങ്ങളിലെ അംഗങ്ങളാണ്. എല്ലാ കുടുംബങ്ങളും ചേരുമ്പോഴാണ് ഒരു ഇടവക കുടുംബം ഉണ്ടാകുന്നത്. നാട്ടിലെ എല്ലാ കുടുംബങ്ങളും കൂടുമ്പോഴാണ് പൊതുസമൂഹം രൂപപ്പെടുന്നത്. പൊതുസമൂഹം എങ്ങനെ ദൈവവിശ്വാസത്തിലും പരസ്നേഹത്തിലും ജീവിക്കണമെന്ന മാതൃക നൽകേണ്ടത് നമ്മളാണ്. മറ്റ് കത്തോലിക്ക സഭാ സമൂഹങ്ങളുണ്ട്. നമുക്ക് ലഭിക്കുന്നത് പോലെ കൃത്യമായ വിശ്വാസ പഠനങ്ങളൊന്നും അവിടെയില്ല. നമുക്കാണ് ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ വിശ്വാസ പഠനവും വിശ്വാസബോധനവും ഉള്ളത്. അതുകൊണ്ട് നമുക്ക് കൂടുതൽ ഗൗരവകരമായ ഉത്തരവാദിത്തമുണ്ട്. മറ്റുള്ളവർക്ക് മാതൃക